Hello everyone, welcome to Entry App. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് എനിക്കറിയാം. നമ്മുടെ സ്റ്റഡി പ്ലാനിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വാട്സാപ്പിൽ തന്നെ റിക്വസ്റ്റ് വന്നു. അതായത് സ്റ്റഡി പ്ലാൻ എന്നിടും എന്ന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇതൊരു സ്റ്റഡി പ്ലാൻ ആകുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ഞാനൊന്ന് പ്രൊവൈഡ് ചെയ്യുന്നു, നിങ്ങളത് നോക്കുന്നു, വലിയ തിരക്കേടില്ല എന്ന് പറഞ്ഞ് വിടുന്നു, നിങ്ങളുടേതായ രീതിക്ക് പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ സ്റ്റഡി പ്ലാൻ കൊണ്ട് ബെനിഫിറ്റ് ഇല്ല. പകരം ഈ ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പഠിച്ചാൽ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കണ്ടെത്താനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രസന്റ് ആ ഒരു പോയിന്റിൽ നിന്ന് നോക്കിയാൽ നിങ്ങൾ എക്സാം അടുക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് നല്ല രീതിയിൽ ബൂസ്റ്റ് ആവുന്ന രീതിയിലുള്ള പ്ലാനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെ എക്സാമാണ് വരുന്നത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. IBPS RRB ഓഫീസർ സ്കെയിൽ എക്സാം ഡേറ്റ് എന്തൊക്കെയാണ്? August 1 August 7. അതേപോലെ തന്നെ ക്ലർക്ക് അല്ലെങ്കിൽ ഓഫീസ് അസിസ്റ്റന്റ് എക്സാം 8 14. അപ്പോൾ ഈ 3 അല്ലെങ്കിൽ 4 ഡേറ്റിലേക്കുള്ള പ്ലാൻസ്, അതായത് 7 8 എക്സാമിന് ഒരു പ്ലാൻ ബിയും, 1 എക്സാം ഉള്ളവർക്ക് പ്ലാൻ എയും, 14 എക്സാം ഉള്ളവർക്ക് പ്ലാൻ സിയും എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏത് പ്ലാനാണ് നിങ്ങൾക്ക് അനുയോജ്യമായി തോന്നുന്നത് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എടുത്ത് ഫോളോ ചെയ്ത് പഠിക്കുക. ഇനി എങ്ങനെ ഇതിന്റെ റിസോഴ്സുകൾ കിട്ടി, പഠിക്കാൻ പറയുന്ന സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടുമെന്ന് സംശയം വേണ്ട. എൻട്രി ആപ്പിൽ തന്നെ ഉണ്ട്. എൻട്രി ആപ്പിൽ നിന്നുള്ള കണ്ടന്റ്, അതായത് ആ കണ്ടന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഇനി എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഓരോ ദിവസവും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ആ ഒരു പ്രിപ്പറേഷനും അതേപോലെ തന്നെ നിങ്ങളുടെ സ്പീഡും എല്ലാം ഗെയിൻ ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ആവും, നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും, സ്പീഡ് കൂടും. ഈ മൂന്നും ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ആണ് പ്ലാൻ എ ആണെങ്കിലും പ്ലാൻ ബി ആണെങ്കിലും പ്ലാൻ സിയിലാണെങ്കിലും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക, അത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി അതേപോലെ തന്നെ കമ്പൈൻഡ് സ്റ്റഡി പ്ലാൻ ഇതിൻ്റെ തൊട്ടടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്പീഡും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് ഓട്ടോമാറ്റിക്കലി ഗെയിൻ ആയിട്ട് വന്നോളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈകിക്കാതെ തന്നെ നമുക്ക് സ്റ്റഡി പ്ലാനിലോട്ട് പോകാം. പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി. ഓക്കെ. അപ്പോൾ 1 എക്സാം ഉള്ളവർ, അതായത് August 1 എക്സാം ഉള്ളവർ പ്ലാൻ എ എന്താണ്, പ്ലാൻ ബി എന്താണ്, പ്ലാൻ സി എന്താണെന്നുള്ള വീഡിയോയിൽ പറയാം. അപ്പൊ പ്ലാൻ എ ആണ് അവിടെ നോക്കേണ്ടത്. അതായത് August 1 പ്രൊബേഷണറി ഓഫീസർ എക്സാം ഉള്ളവർ. ഇനി August 7 അതേപോലെ തന്നെ August 8 അതായത് ഇവിടെ POയുടെ എക്സാമും ഇവിടെ ക്ലർക്കിന്റെ എക്സാമും ഉള്ളവർ പ്ലാൻ ബി ആണ് ചൂസ് ചെയ്യേണ്ടത്. ഇനി അതേപോലെ തന്നെ August 14 ക്ലർക്കിന്റെ എക്സാം ഉള്ളവർ പ്ലാൻ സിയുമാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു പ്ലാനിൽ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ നല്ല ഒരു സ്കോർ നിങ്ങൾക്ക് എക്സാമിന് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പൊ എന്താണ് പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ പ്ലാൻ എ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ August 1 എക്സാം ഉള്ളവരാണ്. August 1 എക്സാം ഉള്ളവർ, അതായത് 29, 30, 31 3 ദിവസമാണ് അവർക്ക് മുന്നിൽ പ്രാക്ടീസിനുള്ളത്. അപ്പൊ ഇതിനകത്തില് മോർണിംഗ്, ആഫ്റ്റർനൂൺ, നൈറ്റ് ഇങ്ങനെ 3 സെക്ഷൻ ആയിട്ട് നിങ്ങൾ തിരിച്ചു വേണം പഠിക്കാനായിട്ട്. മോർണിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 6 to 10 എപ്പോഴുള്ള ടൈം വേണേലും പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ 12 എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്ത് 12 ആക്കിയാലും പ്രശ്നമൊന്നുമില്ല. ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് അതിന് ശേഷം യൂസ് ചെയ്യാം, 1 to 5 യൂസ് ചെയ്യാം. നൈറ്റ് എന്ന് പറയുമ്പോൾ 7 to 11 യൂസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ അതില് എന്താ പറയുന്നത്, ഇപ്പൊ 3 to 4 hours യൂസ് ചെയ്യാൻ കിട്ടുന്നവരാണെങ്കിൽ നിങ്ങളുടെ ടൈമിനനുസരിച്ച് അത് സ്പെൻഡ് ചെയ്യുക. എന്തായാലും ഇപ്പം 7 hours ഒക്കെ ഇരിക്കാൻ പറ്റുന്നവർ അതിനനുസരിച്ച് അത് ഞാൻ എക്സ്പ്ലനേഷനിൽ പറയാം. അപ്പൊ മോർണിംഗിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് 45 minutes എടുക്കും. അതിനുശേഷം അനലൈസ് ആൻഡ് സ്റ്റഡി ദ ആൻസർ വിത്ത് കോൺസെപ്റ്റ്. ഇവിടെ നിങ്ങൾ 3 to 4 hours നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതിന്റെ സൊല്യൂഷൻ, ആ ഒരു മോക്ക് ടെസ്റ്റിലെ 45 ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ പഠിച്ചതിന് ശേഷം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഇനി ഇതിന് മേളിൽ ഒരു 6 to 8 hours ഒക്കെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ, അതായത് ഒരു ദിവസത്തിന്റെ മുഴുവൻ ഭാഗവും നിങ്ങൾ ഇരുന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കോൺസെപ്റ്റ് കൂടി പഠിക്കണം. അതായത്
ഇപ്പൊ അവിടെ ഒരു ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ വന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ സെയിം ടൈപ്പ് ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എടുത്തിട്ട് അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കുറച്ച് ടൈം അതിന് സ്പെൻഡ് ചെയ്ത് തന്നെ പഠിക്കണം. ഇനി ആഫ്റ്റർനൂണിലാവുമ്പം 3 ഏരിയാസ് ഓഫ് വീക്ക്നെസ് നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ DIയിൽ കുറച്ച് വീക്കാണ്, അതേപോലെ തന്നെ സിംപ്ലിഫിക്കേഷനിൽ കുറച്ച് വീക്കാണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ വീക്കാണെന്നുണ്ടെങ്കിൽ 3 ഏരിയാസ്, ഇത് ഇൻക്ലൂഡിങ് ക്വാണ്ട് ആൻഡ് റീസണിങ് എന്ന് പറയുന്നത്, ആ 3 ഏരിയാസ് ഓഫ് വീക്ക്നെസ് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. അതായിരിക്കണം നിങ്ങൾ ആഫ്റ്റർനൂണിൽ ചെയ്യേണ്ടത്. ഇനി നൈറ്റ് സെക്ഷനിൽ ചെയ്യേണ്ടത് മോസ്റ്റ്ലി ആസ്ക്ഡ് ടോപ്പിക് പ്രാക്ടീസ്. അതായത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഏതൊക്കെയാ? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലാകുമ്പോൾ ഏതൊക്കെയാണ് ചോദിക്കുന്നത്? സിംപ്ലിഫിക്കേഷൻ ചോദിക്കും, അതല്ലെങ്കിൽ അപ്രോക്സിമേഷൻ ചോദിക്കാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചോദിക്കാം, നമ്പർ സീരീസ് ചോദിക്കാം, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ചോദിക്കാം, ഇല്ലേ, അരിത്തമെറ്റിക് ചോദിക്കാം. ഇനി അതേപോലെ തന്നെ റീസണിങ്ങിന്റെ കേസിലേക്ക് വരുമ്പോൾ ഏതൊക്കെയാണ് ചോദിക്കുന്നത്? പസിൽസ് ചോദിക്കാം, സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചോദിക്കാം, സിലോജിസം ചോദിക്കാം, ഇനിക്വാലിറ്റി ചോദിക്കാം, കോഡിംഗ് ഡീകോഡിംഗ് ചോദിക്കാം. അപ്പൊ ഇതൊക്കെയാണ് മോസ്റ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നിങ്ങൾ നൈറ്റിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പം ആഫ്റ്റർനൂൺ നിങ്ങളുടെ വീക്ക്നെസ്, നൈറ്റിൽ നിങ്ങളുടെ എന്താ പറയുന്നത് മോസ്റ്റ്ലി ആസ്ഡ് ടോപ്പിക്സ്. അപ്പൊ ഇത് രണ്ടും സെയിം ആണെങ്കിലും പ്രശ്നമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് DI തന്നെ ആയിരിക്കും മോസ്റ്റ്ലി ആസ്ഡ് പ്രാക്ടീസ് ചെയ്യുന്നത്, DI തന്നെ ആയിരിക്കും വീക്ക്നെസ്സും. അപ്പൊ അത് 2 തവണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്കിൽ അവിടെ ഡെവലപ്പ് ആവും. എന്ത് തന്നെ ആയാലും ആഫ്റ്റർനൂൺ, നൈറ്റ് സെഷൻ ഈ 2 കാര്യങ്ങൾ തന്നെ ചെയ്യുക. സ്വാപ്പ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ആഫ്റ്റർനൂണിൽ ഇപ്പം മോസ്റ്റ്ലി ആസ്ഡ് ടോപ്പിക്കും അതേപോലെ തന്നെ നൈറ്റിൽ ഏരിയാസ് ഓഫ് വീക്ക്നെസ് ചെയ്യുവാണെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ ദിവസം മോർണിംഗിൽ വീണ്ടും മോക്ക് ടെസ്റ്റ് 2, ആഫ്റ്റർനൂൺ നൈറ്റ് സെഷൻ ഈ 2 പറഞ്ഞ കാര്യം. ദെൻ മോർണിംഗ് 3, തേർഡ് ഡേ മോർണിംഗിലും ഇതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് 3. അപ്പൊ ആഫ്റ്റർനൂണിലും നൈറ്റിലും സെയിം കാര്യങ്ങൾ തന്നെ. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് 3 days വർക്ക്ഔട്ട് വിൽ ഷുവർലി റിഫ്ലക്ട് ഇൻ യുവർ എക്സാം ഓൺ August 1. വൈൽ പ്രാക്ടീസിംഗ് നോട്ട് ഡൗൺ ദീസ് പോയിന്റ്സ് ഓൾസോ. ഈ കാര്യങ്ങളിലൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഡു നോട്ട് സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ എ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും നിങ്ങൾ, അതായത് നിങ്ങൾ ഇവിടെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒരു ക്വസ്റ്റ്യനെ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. ഇഫ് എ ക്വസ്റ്റ്യൻ സീംസ് ടൈം കൺസ്യൂമിംഗ്, സ്കിപ്പ് ദാറ്റ് ആൻഡ് ഗോ അഹെഡ്. സ്കിപ്പ്, ഇത് നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ട ഒരു സാധനമാണ്. നിങ്ങൾ ടോപ്പിക്ക് മാത്രം പ്രാക്ടീസ് ചെയ്താൽ പോരാ, സ്കിപ്പ് ചെയ്യാനൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ആ ഒരു പ്രാക്ടീസിലൂടെ നിങ്ങൾ അതിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇനി അനലൈസ് യുവർ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ബിറ്റ്വീൻ. ദാറ്റ് ഈസ് ഇഫ് യു ആർ സ്കിൽ ഇൻ എ ടോപ്പിക്, പ്രാക്ടീസ് മോർ. അതായത് നിങ്ങൾ ആ ടൈം മാനേജ് ചെയ്ത്, ഞാൻ പറഞ്ഞില്ലേ 6-8 മണിക്കൂറൊക്കെ പഠിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില്ലിലൂടെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഇപ്പം നമ്മളിവിടെ ഏരിയാസ് ഓഫ് വീക്ക്നെസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രോങ് ഏരിയയും കൂടെ നിങ്ങൾക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈമൊക്കെ കണ്ടെത്താൻ സാധിച്ചാൽ, അപ്പൊ ആ 3 ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏരിയാസ് ഓഫ് വീക്ക്നെസ്, നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ്, മോസ്റ്റ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ, മോക്ക് ടെസ്റ്റ്, 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങൾ 3 to 4 അവർ യൂസ് ചെയ്യാൻ പറ്റുന്നവരാണോ, 6 to 7 ആണോ, അതോ 8 to 10 ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവരാണോ, അതിനനുസരിച്ച് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. ഇനി പ്ലാൻ ബി. പ്ലാൻ ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം August 7-ഉം 8-ഉം എക്സാം ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ അവിടെ ഇതാണ് 7 AM to 12 PM. ഇത് 6 ആക്കിയാലും പ്രശ്നമില്ല, നിങ്ങളുടെ കൺവീനിയന്റ് ആയിട്ട് ഞാൻ ഒരു ഐഡിയ വെച്ചിട്ട് ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇത് മോർണിംഗ് സെക്ഷൻ ആയിട്ടും നേരത്തെ പറഞ്ഞോട്ട്, ഇത് ആഫ്റ്റർനൂൺ സെക്ഷൻ ആയിട്ടും ഇത് നൈറ്റ് സെക്ഷൻ ആയിട്ടും കണക്കാക്കി തന്നെയാണ് പ്രാക്ടീസ് വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾ സെറ്റ് ചെയ്യണം. നിങ്ങളുടെ ആ ഒരു 10 ദിവസം അല്ലെങ്കിൽ മാക്സിമം 8-9 ദിവസമല്ലേ ഉള്ളൂ. അപ്പൊ ആ 8 ദിവസം വേറെ എന്തെങ്കിലും എൻഗേജ്ഡ് ആകാതെ ഞാൻ ഈ ടൈമിൽ അതേ ചെയ്യുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയാൽ ഇറ്റ് വിൽ ബി ബെറ്റർ. സോ എന്തൊക്കെയാണ്? ഡേ 1 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളൊരു സെക്ഷണൽ ടെസ്റ്റിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മോർണിംഗിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പം എപ്പോഴും നമ്മൾ കുറച്ച് എനർജറ്റിക് ആവും. എന്നാൽ ചില പ്ലാനിൽ നമ്മൾ നോർമലി നൈറ്റിലെ മോക്ക് ടെസ്റ്റും സെക്ഷണൽ ടെസ്റ്റും ഒക്കെ ചെയ്യാറുള്ളൂ, മോർണിംഗിൽ പഠിക്കാറാണുള്ളത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് മോക്ക് ടെസ്റ്റ് നേരെ ചെയ്യണമെന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഒരു എനർജി ബൂസ്റ്റർ ആണ്. രാവിലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ആക്റ്റീവ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഡേ കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനായിട്ട് ടൈം വെച്ചിട്ടുള്ള സെക്ഷണൽ ടെസ്റ്റ് ഉണ്ട്. അത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെ റീസണിങ്ങിന്റെയും ഓരോന്ന് വെച്ച് ചെയ്യുക, അടുപ്പിച്ചിരുന്ന് ചെയ്യരുത്. ഈ സൊല്യൂഷൻ അനാലിസിസ് പറഞ്ഞിരിക്കുന്ന കോമൺ ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 7 മണിക്ക് ഞാനൊരു QAയുടെ സെക്ഷണൽ ടെസ്റ്റ് എടുത്തു, അതിന്റെ സൊല്യൂഷൻ പ്രാക്ടീസ് ചെയ്തു. ഇനി ഞാൻ ഈ 12 മണി വരെ ഉണ്ട്, ഞാൻ പിന്നെ ഒരു 11 മണി ആകുമ്പോഴേ അടുത്ത് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 10 മണി ആകുമ്പോൾ അടുത്തത് ചെയ്യും. ഏതാ റീസണിങ്ങിന്റെ ഒരു സെക്ഷനിൽ പ്രാക്ടീസ് ഇങ്ങനെ ചെയ്യാവൂ. അതർവൈസ് നിങ്ങൾക്ക് അത് നിങ്ങളുടെ എഫിഷ്യൻസി കുറയും. അപ്പൊ അതുകൊണ്ട് ടൈം ലിമിറ്റ് ഇട്ട് 2 സെക്ഷണൽ ടെസ്റ്റ് ചെയ്യുക. സെക്ഷണൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അധികം ടൈമൊന്നും കാണില്ല സെക്ഷണൽ ടെസ്റ്റിന്. ഇനി അതായത് ക്വാണ്ടിന്റെ ഒരു 40 ക്വസ്റ്റ്യന്റെ സെറ്റ് അല്ലെങ്കിൽ റീസണിങ്ങിന്റെ 40 ക്വസ്റ്റ്യന്റെ സെറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും.
ഇനി സിംപ്ലിഫിക്കേഷൻ പ്ലസ് ക്വിസ്, അതായത് നിങ്ങൾ ആഫ്റ്റർനൂൺ ചെയ്യേണ്ടത് ടോപ്പിക് പ്രാക്ടീസ് ആണ്. അപ്പൊ സിംപ്ലിഫിക്കേഷൻ ആണെങ്കിലും ഇനിക്വാലിറ്റി ആണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിലും മോസ്റ്റ്ലി ആസ്ഡ് ടോപ്പിക് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് മോസ്റ്റ്ലി ആസ്ഡ് ടോപ്പിക്സ് ആണ് ഉച്ചയ്ക്ക് ശേഷം പ്രാക്ടീസ് ചെയ്യുന്നത്. അത് 3 നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സിംപ്ലിഫിക്കേഷൻ, നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ക്ലാസ് കണ്ട് ക്വിസ് എടുക്കുക, അല്ല നിങ്ങൾ ക്ലാസ് ഓൾറെഡി കിട്ടിയവരാണെങ്കിൽ ക്വിസ് മാത്രം എടുക്കുക. ക്വിസ് മാത്രം എടുക്കുന്ന ഒരാൾ 2-3 ക്വിസ് അറ്റൻഡ് ചെയ്യണം. അതിന്റെ സെയിം സാധനം 2-3 ക്വിസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതേപോലെ തന്നെ ഇനിക്വാലിറ്റിയും പ്രോഫിറ്റ് ആൻഡ് ലോസും ആണ് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത്. ഇനി മോക്ക് ടെസ്റ്റ് 1 ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ ചെയ്ത സെക്ഷണൽ ടെസ്റ്റിന്റെ ഒരു ബൂസ്റ്റ് ഇവിടെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. എന്നാൽ സ്കോർ കിട്ടുമെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് സ്കോർ ഒന്നും അധികം കാണില്ല. നമുക്കൊരു 7th ഡേ അല്ലെങ്കിൽ 6th ഡേ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് കംപ്ലീറ്റ് സ്കോർ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ആ ഒരു പേസിലേക്ക് നിങ്ങളുടെ ബ്രെയിനും അതേപോലെ തന്നെ നിങ്ങളുടെ ഹാബിറ്റും എല്ലാം ആ ഒരു പേസിൽ വരണം. അപ്പൊ ഇനി മോക്ക് ടെസ്റ്റ് 1ഉം അതിന്റെ സൊല്യൂഷൻ അനാലിസിസും നിങ്ങൾ നൈറ്റിൽ എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ ചെയ്തോളുക. ഒരു 2 അവർ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇതിന് രണ്ടിനും കൂടെ. ഇനി അതേപോലെ തന്നെ ഡേ 2 സെക്ഷണൽ ടെസ്റ്റ്, ഇത് നിങ്ങൾക്ക് 1 ചെയ്ത പോലെ തന്നെ എല്ലാ ഡേയിലും നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് സെയിം തിങ് ആണ്. അത് ഓരോ സെക്ഷണൽ ടെസ്റ്റിന്റെ നമ്പർ മാറി മാറി വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്പർ സീരീസ്, സിലോജിസം, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇതും എന്ത് തന്നെയാണ് മോസ്റ്റ്ലി ആസ്ഡ് ടോപ്പിക്സ് ആണ്. ഇനി അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് 2, ഇവിടെയും 2 അവർ സ്പെൻഡ് ചെയ്യുക. ഇനി ഡേ 3 നോക്കുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, കോഡിംഗ്, ഡീകോഡിംഗ്, ടൈം ആൻഡ് വർക്ക്, മോക്ക് ടെസ്റ്റ് 3. ഇവിടെ ആകുമ്പോൾ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, കേസ്ലെറ്റ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, മോക്ക് ടെസ്റ്റ് 4. ഇനി ഡേ 5ലേക്ക് വരുമ്പം ഇവിടെ സെയിം സെക്ഷണൽ ടെസ്റ്റ് എല്ലാം സെയിം തന്നെ. ഇവിടെ വരുമ്പം ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, പൈ ചാർട്ട്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പാരലൽ, മിക്സ്ഡ് ആൻഡ് അലിഗേഷൻ. ഇവിടെ വരുമ്പോൾ മോക്ക് ടെസ്റ്റ് 5, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ലൈനും ബാറും, പസില്, ഫ്ലോറ്, ഏജസും പാർട്ട്ണർഷിപ്പും. മോക്ക് ടെസ്റ്റ് 6 ഇവിടെ ചെയ്യുക. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ടാബുലാർ ഇവിടെ പഠിക്കുക, പസിൽസ് ബോക്സ് എടുക്കുക, പെർസെൻറ്റേജും റേഷ്യോയും എടുക്കുക. സോ മോക്ക് ടെസ്റ്റ് 7 ഇവിടെ ചെയ്യുക. സോ ഇങ്ങനെയാകുമ്പോൾ നമ്മൾ ഒരുമാതിരി, അതായത് ഒരു 70% മോസ്റ്റ്ലി ആസ്ഡ് ടോപ്പിക്സ് കവർ ചെയ്യും. ഇത്രേ പറ്റുള്ളൂ. എല്ലാം നമുക്ക് 10 ദിവസം കൊണ്ട് എങ്ങനെയാ പഠിക്കുക? അപ്പൊ മോസ്റ്റ്ലി ആസ്ഡ് ടോപ്പിക്കിന്റെ 70% നിങ്ങൾ 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കവറായി കിട്ടും. അപ്പൊ 8ാമത്തെ ദിവസം നിങ്ങൾ സെക്ഷണൽ ടെസ്റ്റ് ഇതേപോലെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് അരിത്തമെറ്റിക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. അരിത്തമെറ്റിക് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ പറഞ്ഞ എന്താ പറയുന്നത്, നമ്മുടെ ഏജസ്, പാർട്ട്ണർഷിപ്പ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ ഇതിലില്ലാത്തത് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, അതുപോലെ ഏരിയ, വോളിയം, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക ഇവിടെ കൂടുതൽ. ദെൻ മോക്ക് ടെസ്റ്റ് 8 ചെയ്യുക. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഡേ 9 നിങ്ങൾ ഒന്നും ചെയ്യണ്ട, അവിടെ റിലാക്സ് ചെയ്യുക. ഡേ 9 ഇല്ലെങ്കിൽ ഡേ 8 റിലാക്സ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, ഡേ 8 റിലാക്സ് ചെയ്യുക. അപ്പം ഡേ 7 നിങ്ങൾ ഇത് കയറ്റുക. ഇപ്പൊ ഈ 1 ഡേ കട്ട് ചെയ്യാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് റിലാക്സേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഡേ കട്ട് ചെയ്ത് ഇത് ഡേ 8 ആക്കി ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ റിലാക്സ് ചെയ്യുക. മനസ്സിലായോ? ഡേ 8 ഇങ്ങോട്ട് കയറ്റിയിട്ട് ഇവിടെ റിലാക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ റിലാക്സ് ചെയ്യുക. ഏതെങ്കിലും ഒന്ന് കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ വലിയ വേരിയേഷൻ വരാൻ പോകുന്നില്ല. എന്നാലും മാക്സിമം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് തന്നെ പോവുക. സോ നിങ്ങൾ നിങ്ങൾ റിലാക്സേഷൻ ഡേയിൽ ചെയ്യേണ്ടത്, നിങ്ങൾ മോക്ക് ടെസ്റ്റ് 1 കിട്ടിയ സ്കോർ, മോക്ക് ടെസ്റ്റ് 1 ചെയ്തില്ലേ നമ്മൾ, അതിന് കിട്ടിയ സ്കോർ, മോക്ക് ടെസ്റ്റ് 8 കിട്ടിയ സ്കോർ. അപ്പൊ ഈ സ്കോർ തമ്മിൽ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. ഈ രീതിയിൽ പഠിച്ചു വന്നാൽ മാത്രമേ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് തന്നെയായാലും ഈ സ്കോർ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പൊ 26 റേഞ്ച് ആണ് ആദ്യത്തേന് കിട്ടിയെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് ഒരു 51 അല്ലെങ്കിൽ 52 റേഞ്ച് കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് ആണ്. അപ്പൊ ആ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ആ പ്ലാനിൽ ചെക്ക് ചെയ്യുക. അപ്പൊ അതാണ് നമ്മുടെ 7ാം തീയതിയും 8ാം തീയതിയും എക്സാം ഉള്ളവർക്കുള്ള പ്ലാൻ ബി എന്ന് പറയുന്നത്. ഇനി പ്ലാൻ സി, ഇത് നിങ്ങൾക്ക് കുറച്ച് ഡേ കൂടുതൽ കിട്ടുന്ന ഒരു പ്ലാനാണ്. അതായത് നമുക്ക് ഏകദേശം ഇന്ന് തുടങ്ങിയാൽ 29 മുതൽ 13 വരെ കിട്ടും. കാരണം 14ാം തീയതി എക്സാം ഉള്ളവർക്കാണ്. അപ്പൊ നമുക്ക് ഇത്രയും ഡേയ്സ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മളൊരു ഗ്രാജുവൽ പ്രോസസ് ആണ് ചെയ്യുന്നത്. ഗ്രാജുവൽ പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കം മുതൽ വൃത്തിയായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണിത്. അപ്പൊ അതിൽ ആദ്യത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് സെക്ഷൻ അല്ലെങ്കിൽ ക്വിസ് എടുക്കുന്നവരാണ്, ക്വിസ് സെക്ഷൻ ആണ് ഇവിടെ വരുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ബിഗിന്നർ ആണെങ്കിൽ പഠിച്ച് ക്വിസ് എടുക്കുക ഒരെണ്ണം, അല്ലാത്തവരാണെങ്കിൽ ക്വിസ് 2-3 എണ്ണം എടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ സിംപ്ലിഫിക്കേഷനും ഇനിക്വാലിറ്റിയും ചെയ്യുക ഡേ 1. ആഫ്റ്റർനൂൺ സെക്ഷനിൽ നമ്മൾ DIയും സീറ്റിംഗ് അറേഞ്ച്മെന്റുമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് സർക്കിളും സ്ക്വയറും സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇവിടെ ലൈനും ബാറും DI. അപ്പം ഈ 3 ഡേ, അതായത് ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേസ് 1 ആണ്.
അതിൽ നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ, ഈക്വാലിറ്റി, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, കോഡിംഗ്, ഡീകോഡിംഗ്, നമ്പർ സീരീസ്, സില്ലോജിസം, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മോർണിംഗിൽ തീർക്കുന്ന ടോപ്പിക്സ്. ആഫ്റ്റർനൂണിൽ നിങ്ങൾ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, ഇവിടെ ലൈനും ബാറും സർക്കിളും സ്ക്വയറും, ഇവിടെ DI ടാബുലാറും പൈയും, സീറ്റിംഗ് അറേഞ്ച്മെന്റ്, പാരലൽ റോ, ഇവിടെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, കേസ്ലെറ്റ്, പസിൽസ്, ഫ്ലോർ, ബോക്സ്. അപ്പൊ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഒരു ലേണിംഗ് ഫേസ് എന്ന് വിളിക്കാം. നിങ്ങൾ പഠിക്കുന്ന ഒരു ഫേസ് ആണിത്. അതിനോടൊപ്പം നിങ്ങൾ ഈവനിങ്ങിൽ ഒരു സെക്ഷണൽ ടെസ്റ്റ് 1, 2, 3 ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ചെയ്തു പോവുക. ഇനി ഡേ 1 to 3, ഡേ 4 ചെയ്യുന്നത് ഡേ 1 to 3 ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. നിങ്ങൾ ഇത്രയും ചെയ്തില്ലേ ലേണിംഗ് ഫേസ്, ഇതിന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക കൂടുതൽ. ദെൻ നിങ്ങൾ ഇവിടെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സെക്ഷണൽ അല്ല, മോക്ക്, ഒറിജിനൽ മോക്ക് ചെയ്യുക. അതിന്റെ സൊല്യൂഷൻ ആണ് അനലൈസ് ചെയ്ത് പഠിക്കുക. അത് മാത്രം നിങ്ങൾ ഡേ 4 ചെയ്താൽ മതി. ഇനി നമ്മുടെ ഡേ 5, 6, 7 അത് നമുക്കൊരു സെക്കൻഡ് ഫേസ് ആണ്. ഡേ 5, 6, 7 എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ഫേസ് ആണ്. ഇവിടെ നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ആൽഫ ന്യൂമറിക്സ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ബ്ലഡ് റിലേഷൻ, ബ്ലഡ് റിലേഷൻ അല്ല, അത് ഇവിടെ മിസ്റ്റേക്ക് ആണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ തന്നെ ഇവിടെ പഠിക്കേണ്ടത് ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ഫസ്റ്റ് ഭാഗവും ഇവിടെ പഠിക്കേണ്ടത് ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ സെക്കൻഡ് ഭാഗവുമാണ്. അതായത് ട്രെയിൻസും ബോട്ടും വരുന്ന ഭാഗങ്ങളാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇവിടെ ഡയറക്ഷൻ ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വരുമ്പം ഇവിടെ 3 നമ്മൾ ചെയ്യുന്ന DIയും പസിലും അതിന്റെ ക്വിസ. DI പസിൽ ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെയാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. അപ്പൊ അത് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സെക്ഷണൽ ടെസ്റ്റ് 4, 5, 6 അത് തന്നെയാണ് ചെയ്യുന്നത്. ഡേ 5 to 7 ക്വസ്റ്റ്യൻ പ്രാക്ടീസും മോക്ക് ടെസ്റ്റ് 1ഉം. അപ്പൊ നമ്മുടെ ലേണിംഗ് ഫേസ് തന്നെയാണ് ഇതും. ഇവിടെ നമുക്കൊരു പ്രാക്ടീസ് ഫേസ് വരുന്നുണ്ട്. അപ്പൊ ലേണിംഗ് പ്ലസ് പ്രാക്ടീസ് എന്ന് പറയാം. ഇത് ലേണിംഗ് ഫേസ്, ഇത് ലേണിംഗ് പ്ലസ് പ്രാക്ടീസ് ഫേസ്. അങ്ങനെ നിങ്ങൾ ഡേ 8 വരെ എത്തി. അപ്പൊ നിങ്ങൾ എത്ര കവർ ചെയ്തു നിങ്ങൾ തന്നെ നോക്കുക. ഇനി ഡേ 9 എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തു തുടങ്ങുകയാണ്. അപ്പൊ ഇവിടെ എക്സാം പ്ലസ് ഇവിടെ എന്താ പ്രാക്ടീസ് അല്ലേ. അപ്പൊ എക്സാം പ്ലസ് പ്രാക്ടീസ് ആണ് ഇവിടെ വരുന്നത്. മോർണിംഗും ആഫ്റ്റർനൂണും എക്സാം പ്ലസ് പ്രാക്ടീസ് ആണ്. 9, 10, 11 എന്ന് പറയുന്നത് ആ ഒരു തേർഡ് ഫേസ് ആയിട്ട് നമുക്ക് കാണാം. മോക്ക് ടെസ്റ്റ് 3, മോക്ക് ടെസ്റ്റ് 4, മോക്ക് ടെസ്റ്റ് 5 ഇത്രയും ചെയ്യുക. ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യുക. ഇനി അതേപോലെ തന്നെ ഇവിടെ DIയും പസിലും തന്നെയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പൊ ഇവിടെ പ്രാക്ടീസ് ഫേസ് തന്നെയാണ് വരുന്നത്. ഈവനിങ്ങിൽ, നൈറ്റിൽ നിങ്ങൾ കുറച്ച് അരിത്തമെറ്റിക് കൂടുതൽ പഠിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, മിക്സർ അലിഗേഷൻ, പാർട്ട്ണർഷിപ്പ്, പെർസെന്റേജ്, റേഷ്യോ, ഇത്രയും ടോപ്പിക് കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ അരിത്തമെറ്റിക്കിൽ കുറച്ച് എക്സ്ട്രാ പോകും. അരിത്തമെറ്റിക് കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ആവും. ഇനി ഡേ 12, 13, 14, 15 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഫേസ് അല്ലെങ്കിൽ 4th ഫേസ് എന്ന് പറയാം. ഇവിടെ എന്താ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, DI പസിൽ പ്രാക്ടീസ്, സിംപ്ലിഫിക്കേഷൻ പ്ലസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്പർ സീരീസും ആണിത്, പ്ലസ് DI ആൻഡ് പസിൽ പ്രാക്ടീസ്. ഇവിടെ വീണ്ടും അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, DI പസിൽ പ്രാക്ടീസ്, ഇവിടെ സിംപ്ലിഫിക്കേഷൻ പ്ലസ് DI പസിൽ പ്രാക്ടീസ്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഓറിയന്റേഷൻ പ്രോസസ് ആണ്. ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഫൈനൽ ടച്ച് കൊടുക്കുന്ന ഒരു സെഷനാണ് 4th സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് DI ചെയ്യുന്നു. ദെൻ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ മോക്ക് ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെയും സിംപ്ലിഫിക്കേഷൻ, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ്, ഇവിടെയും മോക്ക് ടെസ്റ്റ് 8, മോക്ക് ടെസ്റ്റ് 9. അപ്പൊ 9 മോക്ക് ടെസ്റ്റ് ചെയ്യും. പിന്നെ അടുത്ത ലാസ്റ്റ് ദിവസം നിങ്ങൾ റിലാക്സ് ചെയ്യുക. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഡേയിൽ നിന്ന്, ഡേ 1ൽ നിന്ന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഈ ഡേ 15 ആവുമ്പം ഡേ 1ൽ നിന്ന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പൊ 29, 30, 31, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് 15 ദിവസമാവും. 13-ാം തീയതി നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്തിട്ട് 14-ാം തീയതി നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി എക്സാം എഴുതാൻ പറ്റുന്നതാണ് ഈ പ്ലാൻ സി എന്ന് പറയുന്നത്. അപ്പൊ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി ഇത് നിങ്ങൾ നോക്കുക. ഏത് ദിവസമാണ് നിങ്ങളുടെ എക്സാം നോക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ പ്ലാന് മുന്നോട്ട് സെറ്റ് ചെയ്യുക. ഇവിടെ തീരുന്നില്ല. ഇവിടെ ഞാനിപ്പോ 1-ാം തീയതി എക്സാം ഉള്ളവർക്ക് പറഞ്ഞു, 7-ാം തീയതി എക്സാം ഉള്ളവർക്ക് പറഞ്ഞു, 8-ാം തീയതി എക്സാം ഉള്ളവർക്ക് പറഞ്ഞു, 14-ാം തീയതി എക്സാം ഉള്ളവർക്ക് പറഞ്ഞു. ഇനി കമ്പൈൻഡ് ആയിട്ട് എക്സാം ഉള്ളവരുണ്ട്. അതായത് ഇപ്പം 1-ാം തീയതി 8-ാം തീയതി എക്സാം ഉള്ളവർ. അപ്പൊ 1-ാം തീയതി നിങ്ങളുടെ 3 ദിവസത്തെ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ പ്ലസ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഇവിടെ വരുന്ന എന്താ കമ്പൈൻഡ് സ്റ്റഡി പ്ലാൻസ് ആണ്. അതുപോലെ 7-ാം തീയതി 8-ാം തീയതി എക്സാം ഉള്ളവർക്ക് പ്ലാൻ ബി തന്നെ മതി. അതിൽ ചേഞ്ച് ഒന്നുമില്ല. 7-ാം തീയതി 14-ാം തീയതി ഉള്ളവർക്ക് ഈ പ്ലാൻ ബിയുടെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പൈൻ ചെയ്യുന്ന ഒരു പ്ലാൻ. അപ്പൊ അങ്ങനെ 2 പ്ലാൻ വരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഉടനെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സെറ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു ടൈം ആയിരിക്കും നമുക്ക് ആ ഡിലേ വരിക. അപ്പൊ ആ കമ്പൈൻഡ് സ്റ്റഡി പ്ലാനും തീർച്ചയായിട്ടും 1-ാം തീയതിക്ക് മുന്നേ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ ആ ഒരു പ്ലാനിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാതെ അത് ഓട്ടോമാറ്റിക്കലി വന്നോളും.
നിങ്ങൾ ആ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി കോൺസെൻട്രേറ്റ് ചെയ്ത് അടിപൊളിയായിട്ടൊന്ന് വർക്ക് ചെയ്ത് പോവുക. നമ്മുടെ ഒരു എന്താ പറയുന്നത്, ഒരു ഫൈനൽ ടച്ച് അല്ലേ, അല്ല ഫൈനൽ ഫേസ് അല്ലേ ഇത്. അവിടെ നിന്ന് ആഞ്ഞു പിടിച്ചുകൂടെ? ആഞ്ഞു പിടിച്ച് നമുക്ക് ഒന്നിച്ചൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. കിട്ടുവോ കിട്ടാതിരിക്കുവോ അത് എന്താ പറയുക, ഇറ്റ് ഡിപ്പെൻസ്. ബട്ട് നമ്മുടെ വർക്ക് നമ്മൾ തന്നെ ചെയ്യുക. അപ്പോൾ പ്ലാനുകൾ മൂന്നും കണ്ടല്ലോ. ഈ പ്ലാനിൽ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആകുന്നത്? പ്ലാൻ എ ആണോ, പ്ലാൻ ബി ആണോ, പ്ലാൻ സി ആണോ? അതിൽ ഏത് പ്ലാൻ ആണെങ്കിലും ആ പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. താഴെ ലിങ്കിൽ, ആ ലിങ്കിൽ, താഴെയുള്ള ലിങ്കിലുണ്ട് എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കാണ് താഴെ ഇട്ടിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെക്ഷണൽ ടെസ്റ്റ് ആണെങ്കിലും, മോക്ക് ടെസ്റ്റ് ആണെങ്കിലും, ടോപ്പിക് വൈസ് ക്വിസ് ആണെങ്കിലും, സെക്ഷണൽ ക്വിസ് ആണെങ്കിലും, ടോപ്പിക് വൈസ് ക്വിസുകളുണ്ട്, അതേപോലെ ക്ലാസ്സുകളുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എൻട്രി ആപ്പിൽ ലഭ്യമാണ്. അപ്പം കൃത്യമായിട്ട് ആ എൻട്രി ആപ്പിലുള്ള കണ്ടന്റ് മാത്രം വെച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ എക്സാം ക്ലിയർ ആവാനായിട്ട് സാധിക്കും. ക്ലിയർ ആവണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സെക്കൻഡ് പോലും വെറുതെ കളയരുത്. നിങ്ങൾക്ക് വേറെ ഡ്യൂട്ടി ഉണ്ട്, ഓക്കെ, നിങ്ങൾ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നവരാവാം, ഹൗസ് വൈഫുകളാവാം. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തോളൂ. ബട്ട് വേസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു സെക്കൻഡ് പോലും കളയരുത്. ആ ടൈം നിങ്ങൾ പ്രിപ്പറേഷന് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് വർക്ക്ഔട്ട് ആകുന്ന ടൈപ്പ് പ്ലാനേ ഉള്ളൂ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി. അപ്പം അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് എക്സാമിൻ്റെ അനാലിസിസ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. എക്സാം നടക്കുമ്പം നമ്മൾ അതിൻ്റെ സ്ലോട്ടിൻ്റെ അനാലിസിസ് വീഡിയോസ് ഈ ചാനലിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അനാലിസിസ് നോക്കിയിട്ട് നമുക്ക് എക്സ്പെക്റ്റഡ് കട്ട് ഓഫും കാര്യങ്ങളും എല്ലാം അതിനുശേഷം പറയാം. അപ്പോൾ എന്തായാലും 1-ാം തീയതി എക്സാം ഉണ്ടല്ലോ. 1-ാം തീയതി എക്സാം ഉള്ളവർ പ്ലാൻ എ ആണ് നോക്കേണ്ടത്. 7-ാം തീയതി 8-ാം തീയതി എക്സാം ഉള്ളവർ പ്ലാൻ ബിയും, 14-ാം തീയതി എക്സാം ഉള്ളവർ പ്ലാൻ സിയുമാണ് നോക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഓർഡറിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്ത് ധൈര്യമായിട്ട് വരുന്ന IBPS RRB 2 എക്സാമിനും, ഓഫീസ് അസിസ്റ്റന്റ് എക്സാമിനും വേണ്ടിയിട്ട് ധൈര്യമായിട്ട് പ്രിപ്പയർ ചെയ്തോ. കൂടെ തന്നെ ഉണ്ട് കണ്ടന്റ് വൈസ് ആണെങ്കിലും ഇൻഫോർമേഷൻ വൈസ് ആണെങ്കിലും കൃത്യമായി അപ്ഡേറ്റ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ടിക്ക് ചെയ്ത് വെക്കുക. സോ അന്നേരം നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അത് കൃത്യമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് നോക്കിക്കോളൂ. വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ആരംഭിച്ചോളൂ. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.